ബിക്കോസ് ഇന്ന് കുഞ്ഞുവിൻ്റെ ബർത്ത്ഡേ അല്ല, കുഞ്ഞുവിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇന്നലെ ആയിരുന്നു സത്യം പറഞ്ഞ കല്യാണം. എനിക്ക് പോകാൻ പറ്റിയില്ല. സോ ഞാൻ അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും ഞാൻ പോയിട്ട് അറ്റൻഡ് ചെയ്യാണ്. കുഞ്ഞു പറഞ്ഞു കല്യാണത്തിന് എന്തായാലും എത്തണം. അങ്ങനെ എനിക്കറിയില്ല കുഞ്ഞു വിശ്വസിച്ചോ ഞാൻ വരുമോ ഇല്ലയോ എന്നൊന്നും. എന്തായാലും ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാം. നടന്ന് പോകാൻ രാവിലെ ഓട്ടോ ഇല്ല, ഒന്നുമില്ല. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പം നിങ്ങൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ആളെ ഞാൻ പരിചയപ്പെട്ടത് TTIയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ നല്ലൊരു ചിൽപ്പില്ലായിട്ടുള്ള ഒരാളാണ് മൂപ്പത്തിയേര്. അപ്പോൾ സോ നമുക്ക് നോക്കി നോക്കാം. ഇത് സർപ്രൈസ് വിസിറ്റാണ്. ഞങ്ങൾ ഇടയ്ക്കാണ് വരാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഈ വീഡിയോയിലുണ്ട്, മിസ് ചെയ്യരുത്. ശരിക്കും ഞാൻ അസലായിട്ട് എല്ലാവരെയും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പരിചയപ്പെടുത്താമെന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങളുടെ TTI ഗ്യാങ്ങിനെ. പക്ഷേ എന്താ വെച്ചാൽ അവർ തൊട്ട് മുന്നത്തെ ദിവസം പോയതുകൊണ്ട് തന്നെ അതൊന്നും സാധിച്ചില്ല. നമുക്ക് ഇനിയൊരു അവസരത്തിൽ അവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ആ ഇറങ്ങി വരുന്ന ആളാണ് കുഞ്ഞുട്ടൻ അഥവാ ലിൻ ചേച്ചി. കുഞ്ഞുട്ടൻ എന്ന് വിളിക്കാൻ മൂപ്പത്തിയാറിനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വിളിക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ആ ചേട്ടൻ്റെ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ നിൽക്കുന്ന ആളാണ്. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്മൾ 2 ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ആ ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്തായാലും ഞാൻ അവരെയും കൊണ്ട് തന്നെ കമൻറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കാം. പക്ഷെ കുഞ്ഞുട്ടൻ എന്തുവരെയും വിളിച്ചിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കമൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം മാക്സിമം. എൻ്റെ കൊലച്ചിരി കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. കാരണം എന്താ വെച്ചാൽ കുഞ്ഞുട്ടൻ പറഞ്ഞ ഓരോ കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിലേക്ക് ഇതൊക്കെ കാണുമ്പോൾ വരുന്നത്. അതായത് ഇപ്പോഴൊന്നും അടുത്തൊന്നും കല്യാണം ഉണ്ടാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള 100 കാര്യങ്ങളായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഇത്ര പെട്ടത്തൊക്കെ കല്യാണം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ TTI 2 years ഒക്കെ ആയിട്ടുള്ള അപ്പോഴേക്കൊക്കെ കല്യാണം ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ ഒരു മിസ്മാച്ച്, അതുകൊണ്ട് ഉള്ളൊരു ശരിയാണത്. അയ്യോ പറയാൻ പറഞ്ഞു, ലിനി വെഡ്സ് റിജോ, അതാണ് സംഭവം. ഈ സുദിനം ധന്യമാക്കുന്നതിനും പ്രാർത്ഥന ആശംസകൾ നേരുന്നതിനും ബഹുമാനപ്പെട്ട വൈദികർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നുണ്ട്. അവരെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ എനിക്ക് LBയോട്ടിനൊക്കെ ഒരു ഐഡിയ കിട്ടി. കാരണം ഇപ്പം ഇവിടെ ഒന്നും നടപടിയാവാൻ പോകണില്ല. അപ്പോൾ നമ്മൾ നേരെ ഫുഡിൻ്റെ അവിടെ പോയിട്ട് നല്ല കാച്ചിൽ കഴിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു വന്നു. ഫുഡിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രക്രിയകളൊന്നും ഇവിടെ കാണിക്കുന്നില്ല. കാരണം നിങ്ങളത് അനുകരിക്കാനും നിങ്ങൾ വലിയ അബദ്ധത്തിൽ പോയി ചാടാനും ചാൻസ് ഉള്ളതുകൊണ്ട് അത് ഇല്ല. വളരെ വിപുലമായ സ്ഥലവും ഭക്ഷണങ്ങളുമായിരുന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. പിന്നെ വേറൊരു കാര്യം ഞാനൊരു ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ടീം പോയിട്ട് കളിച്ച ഒരു ഡാൻസിൻ്റെ. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അവർ വന്ന് ഡാൻസ് കളിക്കും, പോവും, അവർക്ക് വേണ്ട പൈസ കൊടുക്കുക. ഓക്കെ ബൈ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം. ഇത് തലേ ദിവസത്താണ്. നമ്മളന്ന് പോയപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് രാത്രി 12 മണിക്ക് പഠിച്ചു തുടങ്ങിയിട്ട് രാവിലെ പെർഫോം ചെയ്താണ് കേട്ടത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ എത്ര രൂപ തരാൻ പറഞ്ഞാലും എനിക്ക് ഈ നേരം കൊണ്ടൊന്നും ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല കേട്ടോ. സോ ഐ റിയലി അപ്രീഷിയേറ്റ് ദർ ഹാർഡ് വർക്ക്. എനിക്ക്
ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ പണ്ടത്തെ കാലം ഓർമ്മ വരുന്നു, ഞാൻ ആൾക്കാരെ പറ്റിച്ചേർന്നൊക്കെ. പക്ഷെ ഇത് പറ്റിക്കലല്ല, എങ്കിലും ഒരു അങ്ങനെ ഒരു ഫീല്. തൊട്ടടുത്ത ടേണ് നമ്മുടെ കുഞ്ഞൊക്കെ നമ്മളെ കണ്ടിട്ട് ആകെ ഇപ്പം എന്തൊക്കെയാണ് പോയി ചെയ്യാച്ചത് നോക്കും. ഇറക്കിയോ കുഞ്ഞടാ? ഇത് കുഞ്ഞുകൊണ്ടുള്ള വേറെ ഉണ്ട് സാധനങ്ങള്. അൽബിയേട്ടാ പറ, നമ്മൾ വിചാരിച്ചത് നടന്നോ? നമ്മള് കൊടുത്തത് ഏറ്റോ ഉറക്കം പറഞ്ഞു കേൾക്കിട്ടാവില്ല. കൊടുത്ത ഏറ്റില്ലേ? പറ അൽബിയേട്ടാ പറ. നമ്മള് കുഞ്ഞുട്ടിന് എന്ത് ചെയ്തിട്ടുണ്ട്? സാധനം സെറ്റായോ ഇല്ലേ? ഞെട്ടിച്ചോ? എന്താണ് സർപ്രൈസ് ആണ് പറയണ്ടോ? ഓർമ്മിക്കാനായിട്ടൊരു അതെ, ഇത് കൊറേ കാലത്തിന് വേണ്ടി യൂസ് ചെയ്യാം. എപ്പൊ മാത്രമൊന്നല്ല, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകതര സമ്മാനമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെന്താ, പിന്നെ എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡയറി മിൽക്ക് കൊടുത്തിട്ടുണ്ട്, ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പ്രത്യേക സർപ്രൈസ് ഉണ്ട്, അത് അവര് കമന്റ് ചെയ്യും, ഞാൻ കമന്റ് ചെയ്യിപ്പിക്കാൻ രണ്ടാളെ കൊണ്ട് എന്തായിരുന്നു അത്. ഓക്കെ ബൈ. അപ്പൊ പറയൂ, എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാ ആൽബിയേട്ടാ. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ ഏത് കല്യാണത്തിന് പോയാലും എൻ്റെ മെയിൻ പരിപാടിയാണ് കല്യാണ വണ്ടി പോയി കാണലെന്ന് പറയുന്നത്. അത് ഒരു രസമാണ്, കാരണം അന്ന് നമ്മൾ വണ്ടി സൂപ്പറായിട്ട് കഴുകി സെറ്റപ്പ് ആക്കിയിട്ടാണ് എത്തിക്കുക. ഒരു പ്രത്യേക ഭംഗി അത് കണ്ടു ഇറങ്ങുമ്പോൾ. ഒരു മിനിറ്റ്, നിങ്ങൾ ഈ വെറുതെ കണ്ടിറങ്ങുന്ന നേരം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. യൂട്യൂബ് പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യില്ല എന്ന്.